എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫഹദ് ഫാസിൽ നായകനായിട്ടുള്ള ആവേശം എന്ന സിനിമയുടെ റിവ്യൂ ആണ്. എല്ലാവർക്കും എംഎച്ച് വ്ലോഗ്സ് 47ൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആവേശം അതൊരു ഫഹദ് ഫാസിൽ സിനിമയാണ്. ഇത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത് ജിത്തു മാധവൻ. സ്റ്റോറിയും ജിത്തു മാധവൻ തന്നെയാണ്. ഇതിൻ്റെ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് നസ്രിയ നസീമും അൻവർ റഷീദും കൂടെ ചേർന്നാണ്. പിന്നെ സിനിമാറ്റോഗ്രാഫി ഷമീർ താഹിർ ആണ്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ സുഷിൻ ശ്യാമാണ്. പിന്നെ സിനിമയിലേക്ക് വരുമ്പോൾ അറിയാലോ, നായകൻ ഫഹദ് ഫാസിലാണ്. രംഗൻ എന്നാണ് ഫഹദ് ഫാസിലിൻ്റെ ഈ സിനിമയിലെ കഥാപാത്രത്തിൻ്റെ പേര്. അപ്പം 3 വിദ്യാർത്ഥികളാണ് തുടക്കത്തിൽ കാണിക്കുന്നത്. അവർ ബാംഗ്ലൂർ പഠിക്കാൻ പോയിട്ട് റാഗ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. അതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് പിന്നീട് കഥ മുമ്പോട്ട് പോകുന്നത്. കൂടുതൽ ഞാൻ കഥയിലേക്ക് കടക്കുന്നില്ല, നിങ്ങളുടെ ആസ്വാദനത്തെ വല്ലാതെ ബാധിക്കും, അതുകൊണ്ട് തന്നെ പറയുന്നില്ല. സിനിമ തുടങ്ങിക്കഴിഞ്ഞ ഏകദേശം ഒരു അരമണിക്കൂർ കഴിയുമ്പോഴാണ് രംഗ എന്ന കഥാപാത്രത്തിൻ്റെ ഇൻട്രോ സീൻ വരുന്നത്. ഫഹദ് ഫാസിൽ സത്യം പറഞ്ഞാൽ ഈ സിനിമയിൽ ഉടനീളം ഷോറായിട്ട് ഫഹദ് ഫാസിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. തമാശ ആണെങ്കിലും ഫൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. ഫഹദ് ഫാസിലിൻ്റെ മുൻ സിനിമകളിൽ കണ്ടിരുന്ന കഥാപാത്രത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രമാണ് രംഗ എന്ന പേരിലൊരു കഥാപാത്രം. ഫഹദ് ആണെന്നുണ്ടെങ്കിലും ഫഹദിൻ്റെ കൂടെ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഭയങ്കര രസകരമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. തമാശ ആണെന്നുണ്ടെങ്കിലും ഫൈറ്റ് ആണെങ്കിലും ഒക്കെ. ഫഹദിൻ്റെ കൂടെ തന്നെ ഒരു അപ്പാപ്പനുണ്ട് ഇതിൻ്റെ അകത്ത്. ഒരു പുള്ളി ഓമയാണ്, പക്ഷെ പുള്ളിയുടെ ഒരു ഫൈറ്റ് സീനോട് കൂടെയാണ് ഇൻ്റർവെല്ലിൽ വരുന്നത്. പക്ഷെ ഗംഭീരമായിട്ട് ആ അപ്പാപ്പൻ്റെ ഫൈറ്റൊക്കെ കാണിക്കുന്നുണ്ട്. ചില സീനിൽ ഫഹദിൻ്റെ ഓരോരോ ഭാവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് ചെയ്യാൻ അയാൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ തോന്നിപ്പോവും. ഭയങ്കര രസമായിട്ട് ഫഹദ് ഫാസിൽ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. വലിയ കഥയൊന്നും അല്ലെങ്കിലും ചെറിയൊരു കഥയാണ്, പക്ഷെ ഉള്ളത് നൈസായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രം. മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് തിയേറ്ററിൽ പോയിട്ടൊന്ന് ആസ്വദിച്ച് കാണാൻ പറ്റിയൊരു ചെറിയൊരു സിനിമ. ഭയങ്കര വലിയ സിനിമ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, പക്ഷെ ഉള്ളത് രസകരമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല തമാശകളും നല്ല ഫൈറ്റ് സീനുകളൊക്കെ ഉള്ള ഒരു ഒരു ചെറിയൊരു സിനിമ. സത്യം പറഞ്ഞാലേ ഫഹദിനെ കാണിക്കുമ്പോൾ നമ്മുടെ ഈ സിനിമയുടെ പേര് പോലെ തന്നെ വല്ലാത്തൊരാവേശമാണ് ഫഹദിനെ കാണിക്കുമ്പോൾ. ഗംഭീരമായിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് എടുത്തു പറയുന്നത്. അയാളുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ്. ഈ ക്യാരക്ടർ ചെയ്യാൻ അയാൾ മാത്രമേ ഉള്ളൂ എന്ന് വരെ നമുക്ക് തോന്നിപ്പോവും. അത്രത്തോളം ഫഹദ് നന്നായിട്ടുണ്ട്. എന്തോ എനിക്ക് പേഴ്സണലി ഫഹദിനെ ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോ അവിടെ അവസാനിക്കുകയാണ്. കൂടുതലൊന്നും ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുക, അത് ആസ്വദിക്കുക. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ടിരിക്കട്ടെ, സന്തോഷമായിട്ടിരിക്കട്ടെ.